ഇന്നിപ്പോൾ നമ്മൾ പത്രങ്ങളിലേക്ക് കണ്ണോടിച്ചാലും എല്ലാ പത്രങ്ങളും മുൻപേജിൽ തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിലൂടെ പുറത്തുവിട്ട വിവരങ്ങൾ തന്നെയാണ് പ്രധാന വാർത്തയായി എല്ലാവരും നൽകിയിട്ടുള്ളത്. മാധ്യമത്തിലേക്ക് വന്നാൽ മാധ്യമം അവരുടെ എഡിറ്റോറിയൽ പേജിൽ, നിലപാട് പേജിൽ അത് എഡിറ്റോറിയൽ ലേഖനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എത്രമാത്രം സ്വതന്ത്രമാവും പൊതുതെരഞ്ഞെടുപ്പ് എന്ന തലക്കെട്ടിലൂടെയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാധ്യമം ഇഡിയോ ആദായ നികുതി വകുപ്പോ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് പല സ്ഥാപനങ്ങളും തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി പാർട്ടികൾക്ക് സംഭാവന നൽകിയതെന്ന് കാണാം. സർക്കാർ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ദാതാപിരിവെന്നല്ലേ ഇതിനെ വിളിക്കാനാവൂ എന്നുള്ളതാണ് എഡിറ്റോറിയലിൽ മാധ്യമം ചോദിക്കുന്നത്. സ്വതന്ത്ര ജനാധിപത്യ സ്ഥാപനമായി നിലനിൽക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു വിവാദ നിയമത്തിന്റെ മറവിൽ കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയ ശേഷം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ തീയതി ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്നു. ധനാധിപത്യ ഹുങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന അതീവ ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷത്തിനെതിരെ പൗരസമൂഹത്തിലെ ഒരു ചെറുകൂട്ടം ചങ്കൂറ്റത്തോടെ ചോദ്യമുയർത്തുകയും സുപ്രീം കോടതി പദവിക്കൊത്തുയരുകയും ചെയ്ത വേളയിലാണ് തെരഞ്ഞെടുപ്പ് വന്നെത്തുന്നത് എന്നിങ്ങനെയാണ് ആ ലേഖനം തുടരുന്നത്. എന്തായാലും ഏറെക്കുറെ എല്ലാ പത്രങ്ങളും എഡിറ്റോറിയൽ പേജിലോ മുൻപേജിലോ ഒക്കെയായി ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ടെന്നുള്ളതും കൂടി കാണണം. മനോരമയിലേക്ക് വരുമ്പോൾ മനോരമയുടെ ഫസ്റ്റ് പേജിൽ ഈ നഴ്സിംഗ് പ്രവേശന പരീക്ഷ വേണ്ടെന്ന് വെച്ച സംസ്ഥാന സർക്കാർ തീരുമാനം ഒരു വാർത്തയായി യു ടേൺ എന്ന തലക്കെട്ടോടുകൂടി നൽകിയിട്ടുണ്ട്. അതായത് ഇതുവരെ BSc നഴ്സിംഗ് പ്രവേശനത്തിന് +2 മാർക്ക് തന്നെയായിരുന്നു മാനദണ്ഡം. എന്നാൽ അത് മാറ്റി ഒരു പ്രവേശന പരീക്ഷ നടത്താമെന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിൽ നിന്ന് സർക്കാർ പിറകോട്ട് പോയി എന്നുള്ളതാണ് വാർത്ത. BSc നഴ്സിംഗിന് ഇക്കൊല്ലം പ്രവേശന പരീക്ഷ നടത്താനുള്ള തീരുമാനം സർക്കാർ ഉപേക്ഷിക്കും. മാർച്ച് 1-ന് മന്ത്രി വീണ ജോർജ് ഒപ്പുവെച്ച തീരുമാനമാണ് പിൻവലിക്കാൻ ഒരുങ്ങുന്നത്. മുൻ വർഷങ്ങളിൽ ഇതുപോലെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും പ്രവേശനം എന്നുള്ളതാണ് ആ വാർത്തയിൽ പറയുന്നത്. ഇനി നമ്മൾ സുപ്രഭാതത്തിലേക്ക് വരുമ്പോൾ സുപ്രഭാതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. SSLC പരീക്ഷയിൽ അതായത് ഉമ്മ മരിച്ച അതേ ദിവസം തന്നെ SSLC പരീക്ഷ എഴുതേണ്ടി വന്ന അതീവ ദൗർഭാഗ്യമുണ്ടായ ഒരു വിദ്യാർത്ഥിയുടെ വാർത്തയാണ് അതിൽ നൽകിയിട്ടുള്ളത്. NC ഷെരീഫാണ് വാർത്ത നൽകിയത്. ഉമ്മച്ചിയുടെ വെള്ള പുതച്ച മയ്യത്തിൽ മുത്തങ്ങൾ നൽകി അന്ത്യകർമ്മങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഷബാബിൻ സാദത്ത് പരീക്ഷാ ഹാളിലെത്തി. സ്കൂളിലേക്ക് പോകുമ്പോൾ അവന് ഉമ്മച്ചി മുത്തം നൽകാറുള്ളതാണ്. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നായിരുന്നു അത്. പക്ഷേ ഇന്നലെ പരീക്ഷയ്ക്കിറങ്ങുമ്പോൾ മഞ്ചേരി വട്ടപ്പാറയിലെ ജുമാഅത്ത് പള്ളിയിൽ വെള്ള പുതച്ച് കിടക്കുകയായിരുന്നു ഉമ്മച്ചി. ഹൃദയം നുറുങ്ങുന്ന വേദനയ്ക്കിടെ അവൻ 10ാം ക്ലാസ് ഫിസിക്സ് പരീക്ഷ എഴുതി തീർത്ത് ഖബർസ്ഥാനിലേക്ക് അവിടെ എത്തിയപ്പോൾ അവൻ്റെ ഉള്ളു പിടഞ്ഞു എന്ന രീതിയിലാണ് ആ വാർത്തയുള്ളത്. എന്ന് വെച്ചാൽ ഉമ്മ മരിച്ച ദിവസം തന്നെ പരീക്ഷ എഴുതേണ്ടി വന്ന ഹതഭാഗ്യനായ ഒരു വിദ്യാർത്ഥിയുടെ വാർത്തയാണ് സുപ്രഭാതം പത്രം ഫസ്റ്റ് പേജിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മറ്റൊരു ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത്, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്ക് ഇന്ന് 84ാം പിറന്നാളാണ്. അപ്പോൾ ഏറെക്കുറെ എല്ലാ പത്രങ്ങളും ഫസ്റ്റ് പേജിലും ഉൾപേജിലും ഒപ്പം എഡിറ്റോറിയൽ പേജിലുമൊക്കെ ശ്രീകുമാരൻ തമ്പിയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി അവരുടെ എഡിറ്റോറിയൽ പേജിൽ യേശുദാസിൻ്റെയും ഒപ്പം ശ്രീകുമാരൻ തമ്പിയുടെ ഭാര്യ രാജി തമ്പിയുടെയും ഒക്കെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മധു, ഇതിഹാസ നടൻ കൂടിയായ മധുവിൻ്റെയും ഒക്കെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീകുമാരൻ തമ്പിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട്. KJ യേശുദാസിൻ്റെ ലേഖനം സഹോദരന് ഹൃദയാശംസകൾ എന്ന തലക്കെട്ടോടുകൂടിയാണ്. ഹൃദയേശ്വരിയുടെ കുറിപ്പ് ശ്രീകുമാരൻ തമ്പിയുടെ ഭാര്യ രാജി തമ്പി എഴുതുന്നു. എന്നും ആരാധിക എന്ന തലക്കെട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ലേഖനം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപരാജിതർ തൻ ആലിംഗനം എന്ന തലക്കെട്ടിലാണ് മധു അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ച് എഴുതുന്നത്. അങ്ങനെ എല്ലാ പത്രങ്ങളും അവരുടെ സ്വന്തമായ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടൊപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ടും ഒപ്പം ഇന്നലെ രാത്രി BRS നേതാവ് K കവിതയെ അറസ്റ്റ് ചെയ്തതുമൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാ പത്രങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് വളരെ പെട്ടെന്നൊന്ന് പത്രങ്ങളുടെ കണ്ണോടിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞ കാര്യങ്ങൾ.